റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്തിയ ഒരു വിഷയമുണ്ട്. ബഅദ മൻ അദ്റക റമദാന ഫലം യുഗ്ഫർ ലഹു. ഒരു റമദാൻ മാസം കിട്ടിയിട്ടും തങ്ങളുടെ പാപങ്ങൾ ഒരാൾക്ക് പൊറുക്കപ്പെടുന്നില്ലെങ്കിൽ അവൻ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകന്നു പോവട്ടെ എന്നാണ്. എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഒരു ചാൻസാണ് റമദാൻ മാസം. അതുകൊണ്ടാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞത്, അയ്യാമൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങളേ ഉള്ളൂ. അതൊരു വലിയ ആശ്വാസമാണ്. കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ, എണ്ണപ്പെട്ട ദിവസങ്ങൾ, അത് വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോകും. അയ്യാമൻ മഅദൂദാത്ത്, അവിടെ മാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒരു പ്രയാസം തോന്നണ്ട എന്നുള്ള നിലക്ക് അള്ളാഹു ഉപയോഗിച്ച പദം പോലും നമുക്ക് മാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, മതത്തിൽ നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാക്കിയിട്ടില്ല, ഉപയോഗിക്കപ്പെടുന്ന പദങ്ങൾ പോലും ആശ്വാസം നൽകുന്നതാണ്. അയ്യാമൻ മഅദൂദാത്ത്, വളരെ കുറഞ്ഞ ദിവസങ്ങൾ. അപ്പോൾ ആ കുറഞ്ഞ ദിവസങ്ങളിലെ പകലിലെ നോമ്പ്, രാത്രിയിലെ നമസ്കാരമൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിലൂടെ ലഭിക്കുന്നത് പാപങ്ങൾ പൊറുക്കപ്പെടുക എന്നുള്ളതാണ്. എന്നാൽ അത് ലഭിച്ചിട്ടും ഒരാൾ റമദാനിനെയും ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പിന്നെ അവൻ എങ്ങനെ അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കാനാണ്? അത്തരം ആളുകൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ പറയുകയും ചെയ്തു എന്നാണ്. കാരണം അവർക്കെതിരിലുള്ളൊരു പ്രാർത്ഥനയാണിത്. നോക്കൂ നിങ്ങൾ, അനുകൂലമായ പ്രാർത്ഥനയല്ല, ഇത് എതിരിലുള്ളൊരു പ്രാർത്ഥനയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയാണ്. അള്ളാഹുവിന്റെ റസൂലാണ് ആമീൻ പറഞ്ഞത്. അത് ഉത്തരം നൽകപ്പെടാതിരിക്കില്ല. നമ്മൾ ഭയപ്പെടണം ആ പ്രാർത്ഥനയെ. അതുകൊണ്ട് തന്നെ റമദാൻ ഇതാ വന്നെത്തിയിരിക്കുന്നു. കുറഞ്ഞ ദിവസങ്ങളാണ്. അതിനെ പരിപൂർണമായും വളരെ ഭംഗിയായി ഉപയോഗപ്പെടുത്തുവാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്.